മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രദീപ് കുമാറിനെ നിയമിക്കാൻ നിർദ്ദേശം ശ്രീത്ത് വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീത്ത്, എപ്പോഴാണ് ആ തീരുമാനമുണ്ടായത്? ഇന്നലെ ചേർന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയിലാണ് പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാനുള്ള ധാരണ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിക്കഴിഞ്ഞു. വൈകാതെ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങും. കോഴിക്കോട് നിന്ന് 2 തവണ നിയമസഭാംഗമായ നേതാവാണ് പ്രദീപ് കുമാർ. ഇതുകൂടാതെ അദ്ദേഹം CPIMന്റെ സംസ്ഥാന സമിതി അംഗവുമാണ്. ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. MLA എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന ട്രാക്ക് റെക്കോർഡുള്ള വലിയ നേതാവാണ് പ്രദീപ് കുമാർ. പ്രത്യേകിച്ചും പൊതുജന പങ്കാളിത്തത്തോടെ കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ സ്കൂളുകളുടെയും അവിടുത്തെ കളിക്കളങ്ങളുടെയും മറ്റും നവീകരണം നടത്തി അത് ഒരു മാതൃകാപരമായ പ്രവൃത്തിയായി സംസ്ഥാനമാകെ വ്യാപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത് പ്രദീപ് കുമാർ ആയിരുന്നു. അത്തരത്തിൽ വളരെ സൗമ്യനും വളരെ കൃത്യമായ ചുമതലകൾ നിർവഹിക്കുന്ന ആളെന്ന നിലയിലുള്ള അംഗീകാരവുമാണ് പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിച്ചത്. നേരത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറി ഒഴിവിലാണ് പ്രദീപ് കുമാറിനെ നിയമിക്കുന്നത്. MV ജയരാജൻ തിരികെ വരുന്നു എന്ന ഒരു സൂചന ഉണ്ടായിരുന്നു. സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന R മോഹൻ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നു എന്ന ചില ആലോചന പോലെ കേട്ടിരുന്നു. അപ്പോൾ എന്തായാലും പ്രദീപ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാനുള്ള തീരുമാനത്തിന്റെ പിന്നിൽ എന്താണ് ശ്രീ? ഹാഷ്മി, MV ജയരാജനും പ്രൈവറ്റ് സെക്രട്ടറി ആകില്ലെന്ന കാര്യം ഉറപ്പായിരുന്നു. സാധാരണ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ ഇത്തരം പ്രൈവറ്റ് സെക്രട്ടറി പോലുള്ള പ്രവർത്തനങ്ങൾക്കായി പാർട്ടി വിട്ടുകൊടുക്കാറില്ല. മാത്രമല്ല CPIMന്റെ AKG സെൻറ്റർ, സംസ്ഥാന സെൻറ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചുമതലയുള്ള നേതാവാണ് MV ജയരാജൻ. അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ സംഘടനാപരമായ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനു പുറമെ ഇത്തരമൊരു ചുമതലയിലേക്ക് കൂടി അദ്ദേഹത്തെ നിയോഗിക്കില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. എന്നാൽ ഹാഷ്മി സൂചിപ്പിച്ച പോലെ അത്തരം ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. മാത്രമല്ല R മോഹൻ ഇപ്പോൾ സജീവമായി മുഖ്യമന്ത്രി ഓഫീസിൽ പ്രവർത്തിക്കുന്ന ആളല്ല. അദ്ദേഹം ആവശ്യങ്ങൾക്ക് മാത്രമായി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ചുമതലകൾ മാത്രമാണ് നിർവഹിക്കുന്നത്. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഈ രണ്ടാം സർക്കാരിൻ്റെ അവസാന വർഷത്ത് ഒരു രാഷ്ട്രീയ നിയമനം ഇക്കാര്യത്തിൽ നടന്നില്ലെങ്കിൽ അത് ദോഷകരമായി മാറുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. എന്തായാലും പ്രൈവറ്റ് സെക്രട്ടറി നിയമിക്കാനുള്ള ആ ഒരു തീരുമാനം മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കുകയാണ് CPIM ചെയ്തത്. സാധാരണ പാർട്ടി ആളുകളെ കണ്ടെത്തി നിയമനം നൽകുന്നതാണ് സംഘടനാ രീതി. എന്നാൽ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായി ഒരു ഫ്രീ ഹാൻഡ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രദീപ് കുമാറിനെ ഇപ്പോൾ നിയമിച്ചത്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ പ്രദീപ് കുമാർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ അവിടെ ജില്ലാ സെക്രട്ടറി പോലുള്ള നിർണായകമായ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ ഇത്തരം ചില ചുമതലകൾ കൂടി ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് തീരുമാനിച്ചതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീത്ത്, KK രാഗേഷ് ഒഴിവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാകും എന്നതിനെക്കുറിച്ചുള്ള കഴിഞ്ഞ ഒരു മാസമായ ഒരു പക്ഷേ ആ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. MV ജയരാജൻ തിരിച്ചു വരുന്നോ എന്നത് കേട്ടു. ഈ R മോഹനൻ ഒരു ഘട്ടത്തിൽ P ശശിക്ക് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ചുമതല കൂടി നൽകി മുന്നോട്ട് പോവുക എന്നത് കേട്ടു. KM അബ്രഹാമിൻ്റെ പേര് കേട്ടു. V വേണുവിൻ്റെ പേര് കേട്ടു. ഈ പ്രദീപ് കുമാറിൻ്റെ പേര് ഒരു സർപ്രൈസ് പേരായിരുന്നോ ശ്രീത്ത്? തീർച്ചയായും ഈ ഹാഷ്മി സൂചിപ്പിച്ച പേരുകളുടെ കൂട്ടത്തിലൊന്നും ഒരിക്കലും ഉയരാത്ത ഒരു പേരാണ് പ്രദീപ് കുമാറിൻ്റെ പേര്. അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിക്കാനുള്ള തീരുമാനം ഇപ്പോൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായൊരു തീരുമാനം, പുറത്തു നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായൊരു തീരുമാനമെന്ന് വേണമെങ്കിൽ പറയാം. പ്രദീപ് കുമാറിനെ പോലൊരാൾ അവിടേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അത് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് എന്നാണ് വേണം മനസ്സിലാക്കാൻ. കാരണം പ്രദീപ് കുമാർ വളരെ സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. മാത്രമല്ല വിവാദങ്ങളിലേക്കോ മറ്റ് കോലാഹലങ്ങളിലേക്കോ കടന്നു ചെല്ലാത്ത സൗമ്യനായ വളരെ ഒതുങ്ങിയ ഒരു പ്രകൃതക്കാരൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പോലുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വളരെ നന്നായി കഴിയും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രദീപ് കുമാറിനെ തിരഞ്ഞെടുത്തെന്ന് വേണം കരുതാൻ. മാത്രമല്ല കണ്ണൂരിന് പുറത്തു നിന്നുള്ള ഒരു നേതാവിനെയാണ് ഇത് പരിഗണിച്ചതെന്നത് കൂടി ശ്രദ്ധേയമാണ്. കാരണം സാധാരണ പ്രൈവറ്റ് സെക്രട്ടറി മറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കണ്ണൂർ ജില്ലക്കാർ കേന്ദ്രീകരിക്കുമെന്ന വിമർശനമുണ്ട്. CPIMന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന പൂത്തലത്ത് ദിനേശൻ കണ്ണൂർക്കാരനല്ല കോഴിക്കോടുകാരനാണ് എന്നാണ്. അതുപോലെ CPIMന്റെ നേതൃത്വത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കണ്ണൂരിൽ നിന്ന് മാത്രമല്ല ഇതര ജില്ലകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഭരണത്തിൻ്റെ നേതൃത്വത്തിലേക്കുമൊക്കെ ആളുകളെ പരിഗണിക്കുന്നുണ്ട്. അതിന് കൂടി ഒരു ഉദാഹരണമാവുകയാണ് പ്രദീപ് കുമാറിൻ്റെ നിയമനം. പ്രദീപ് കുമാറിൻ്റെ ജനസ്വീകാര്യതയിലോ അദ്ദേഹത്തിൻ്റെ സൗമ്യമുഖത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസിയിലോ ഒന്നും ആർക്കും ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളോ സംശയങ്ങളോ ഇല്ല. ശ്രീത്തം എന്ന് പറഞ്ഞാൽ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, തദ്ദേശം വരാൻ പോകുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിൽ CPM അല്ലെങ്കിൽ LDF ഒരു 3ാം ഊഴത്തിൽ ഭരണം പ്രതീക്ഷിക്കുന്ന ഘട്ടം കൂടിയാണ്. അപ്പോൾ നേരത്തെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആര് എന്ന ചോദ്യത്തിന് MV ഗോവിന്ദൻ പോലും മറുപടി പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ആലോചനകൾ കുറിച്ച് സൂചനയുണ്ടോ? അതോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒറ്റ താല്പര്യത്തിലാണോ പ്രദീപ് കുമാർ പ്രൈവറ്റ് സെക്രട്ടറി ആവുന്നത്? ശ്രീ
ഹാഷ്മി CPM-ന്റെ സംസ്ഥാന സമിതിയാണ് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് എല്ലാ ഘട്ടത്തിലും. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിൽ കുറയാത്ത ഒരാളെയാണ് സാധാരണ നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയോഗിക്കുക. അതിന് ചെറിയ ചില അപവാദങ്ങൾ ഉണ്ടായത് ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രമാണ്. അവിടെ അന്ന് MV ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പോയപ്പോൾ ഉദ്യോഗസ്ഥനായ R മോഹനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. സാധാരണ നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അങ്ങനെ പൊളിറ്റിക്കൽ അല്ലാത്ത ഒരാളെ നിയമിക്കുക പതിവില്ല. എങ്കിലും ആ ഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിനാണ് പാർട്ടി വില കൊടുത്തത്. അങ്ങനെയാണ് ആർ മോഹൻ അവിടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മാറിയത്. ഇത്തവണയും കെ രാഗേഷ് കണ്ണൂരിലേക്ക് ജില്ലാ സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടപ്പോൾ അവിടെ ജില്ലാ സെക്രട്ടറി അവിടെ പുതുതായി ആര് വരണം എന്ന കാര്യത്തിലും പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ഘട്ടത്തിൽ പാർട്ടിയുടെ സംഘടനാ രീതിക്ക് നിരക്കാത്ത തരത്തിൽ MV ഗോവിന്ദൻ ഒരു പ്രതികരണം നടത്തുകയും ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം ഉയർന്നപ്പോൾ അത് മുഖ്യമന്ത്രി തീരുമാനിക്കും, മുഖ്യമന്ത്രിയാണ് ആ കാര്യത്തിൽ തീരുമാനിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ CPM-ന്റെ രീതി അനുസരിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയുമാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ നിശ്ചയിച്ച് നൽകേണ്ടത്. എന്നാൽ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യങ്ങളിലൊക്കെ ചില ഇളവുകൾ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, ഒരല്പം പിറകോട്ട് പോയാൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസ് കോഴിക്കോട് നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടപ്പോഴൊക്കെ ചില ആക്ഷേപങ്ങൾ അത് ഈ പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അങ്ങനെ റിയാസും പ്രദീപ് കുമാറും തമ്മിൽ ഭിന്നതയാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. എന്നാൽ അത്തരം ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നൊരു സന്ദേശം കൂടിയാണ് ഈ പ്രദീപ് കുമാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നിയമനത്തിലൂടെ CPM-ഉം മുഖ്യമന്ത്രിയുമൊക്കെ നൽകാൻ ശ്രമിക്കുന്നത്.